ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ യൂട്യൂബ് വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം സമയം 9 ആണ്. അപ്പോൾ നാളെ ജൂൺ 2 സ്കൂൾ തുറക്കാൻ പോവാണ്. അപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് പോയിരുന്നു. ഇളയാളുടെ സ്കൂളിൽ നാളെ ഓപ്പണിംഗ് ആണ്. അപ്പോൾ അതിന് കുറേ സാധനങ്ങൾ വാങ്ങാൻ പോയി. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയി. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് ബാഗ് ഇതാണ്. ഈ ബാഗാണ് വാങ്ങിയത്. ഇത് എസെൻഷ്യൽസ് ലൈക്ക് ഈ വാട്ടർ ബോട്ടിലാണ് വാങ്ങിയത്. പിന്നെ ഒരു കുട വാങ്ങി. എൻ്റെ കുട എന്നെ ചതിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു കുട വാങ്ങി. പക്ഷെ ഇത് അമ്മയ്ക്കാണ്. ഓക്കെ, ഇത് മറ്റേ റെയിൻകോട്ട്, പിങ്ക് കളർ റെയിൻകോട്ട്. ഓക്കെ, ഇതൊക്കെ ബാഗിനകത്തിരുന്നത്. ബൈൻഡ് ഇതാണ് വാങ്ങിയത്. മറ്റേ ട്രാൻസ്പാരന്റ് വേണമെന്ന് പറഞ്ഞു. ആദ്യം ഒരു ടാർപ്പാളത്തിന്റെ കളറിലുള്ളതാണ് എടുത്തത്. പിന്നെ അത് മാറ്റി ട്രാൻസ്പാരന്റിൻ്റെ എടുത്തു. ഇതൊക്കെയാണ് ഈ സാധനങ്ങളന്ന് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും കിട്ടിയത്. അതായത് നോക്കൂ, റോക്കറ്റ് ഡോംസിന്റെ റോക്കറ്റ് കട്ടർ, പിന്നെ ഒരു സ്റ്റാപ്ലെയർ. ഇവിടെ ഇരുന്ന സ്റ്റാപ്ലെയർ ഉപയോഗിക്കാതെ തുരുമ്പെടുത്തു പോയി. പിന്നെ ഈ ഒരു പൗച്ച്. ഇതിനകത്ത് എന്തുകൊണ്ടല്ലോ കട്ടിക്ക് നല്ലൊരു സ്പോഞ്ച് ഇരിക്കുന്നുണ്ട്. കൊള്ളാം, ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പൗച്ചിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു പൗച്ച് എടുത്താൽ ഞാൻ ഓൺലൈനിൽ നിന്ന് വേറൊരു പൗച്ച് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ ആ ഒരു ഡീലിൻ്റെ പേരിലാണ് ഇതെടുത്തത്. ഇത് കഴിക്കാനുള്ളതാണ്. പിന്നെ ഇതും ഒരു ഷാർപ്നറാണ്. ഇത് ഷാർപ്നർ വിത്ത് റബ്ബറാണ്. നമ്മളെ റബ്ബർ ഷീറ്റിന്റെ വേണം. പിന്നെ പെൻ ഇതിനകത്ത് കുറച്ച് വാങ്ങിയിട്ടിട്ടുണ്ട്. ഇതുള്ള SPC കൊള്ളേൻ്റെ നെറ്റാണ്. നെയിം സ്ലിപ്പ്, സ്റ്റിക്ക് പടം ഒന്നും ഉള്ള വേണ്ടെന്ന് പറഞ്ഞു. പ്ലെയിൻ നെയിം സ്ലിപ്പ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അത് വാങ്ങി. പിന്നെ നോട്ട്ബുക്സ്, കുറച്ച് നോട്ട്ബുക്കേ ഇപ്പോൾ വാങ്ങിയുള്ളൂ. ഒരു 10 നോട്ട്ബുക്കേ വാങ്ങിയുള്ളൂ. ഫസ്റ്റ് വീക്ക് നമുക്കറിയാലോ, ഫസ്റ്റ് വീക്കൊന്നും അങ്ങനെ ഒന്നുമില്ല. ബുക്സിൻ്റെ ഇടയിൽ ഒരു പേന, റൂൾഡും നോൺ റൂൾഡും വാങ്ങിയിട്ടുണ്ട്. നോട്ട്ബുക്ക് നോൺ റൂൾഡ് ഫോർ മാത്സ്, റൂൾഡ് ഫോർ അതർ സബ്ജക്ട്സ്. ഇത് അമ്മേരെ പല്ലുവേദനയുടെ ഗുളിക. ഇത് സ്റ്റാപ്ലെയർ പെൻ. ഇത് ബാക്കി പേന. ഇനി ഇതാണ് സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടി സ്കൂൾ എസെൻഷ്യൽസ്. ഇനി കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഇറക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ഐറ്റംസ്. റീസ്റ്റോവ് ലെക്സിൻ്റെ ഈ ഒരു ഞാൻ ഒരു വിവലിൻ്റെ ചെറി ബ്ലോസോ എന്ന് പറയുന്നൊരു ഇത് കണ്ടായിരുന്നു. ചെറി ബ്ലോസോ എന്ന് പറഞ്ഞൊരു ബോഡി വാഷ് കണ്ടു. അതെടുത്ത് ഇങ്ങനെ ഞാൻ കുറേ നേരം വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എൻ്റെ മനസ്സ് നേരെ ഇത് സോഫ്റ്റ് റോസ്, ഫ്രഞ്ച് റോസ് ആൻഡ് ആൽമണ്ട് ഓയിൽ. നല്ല മാച്ച് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ രണ്ടുപേരും. ഇത് വാങ്ങി. ഇതിന് മണം ഉണ്ടാകുന്നത് വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് നോക്കാമല്ലോ. ഒരു കുളിച്ചിട്ടേ കിടന്നുറങ്ങുന്നുള്ളൂ. ഡെറ്റോളായി. നമ്മളിപ്പോൾ ഡെറ്റോൾ സോപ്പിട്ടേ കുളിക്കാറുള്ളൂ. മറ്റേ ഇത് അന്ന് വയ്യാതായതിനു ശേഷം പിന്നെ ഇത് വെച്ച് കുളിക്കാറുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസരിച്ച് ഒരു സാനിറ്റൈസർ അങ്ങ് വാങ്ങി. ഇതെൻ്റെ ഇന്ന് രാത്രിയത്തെ കലാപരിപാടിയാണ്. സ്ട്രീക്സിൻ്റെ ഒരു ബ്രൗൺ ക്രീം ഹെയർ കളർ വാങ്ങി. ഡാർക്ക് ബ്രൗൺ ആണ്. നോക്കട്ടെ ഫലിക്കുമെന്ന് നോക്കട്ടെ. കുറേ നാൾ കളർ അടിക്കാതെയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഐ ഗെറ്റ് ടു ബോർഡ്.
അങ്ങനെ ഞാൻ കളർ അടിക്കും. ഇപ്പം മുടി നല്ല രീതിക്ക് ഇരിക്കണം, നല്ല ഹെയർ ആയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ലാസ്റ്റൊക്കെ കളറുണ്ട്. സോ ഇത് കുഴപ്പമില്ല, ഇത് നോർമലാണ്. ഇത് ഹിമാലയയുടെ ഒരു സൺസ്ക്രീൻ ലോഷനാണ്. ഇത് ഞാൻ എൻ്റെ സൺസ്ക്രീന് തീർന്നില്ല, ഇനിയും ഉണ്ടായില്ല കുറച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഹിമാലയയിൽ വാങ്ങണമെന്ന് ഞാൻ കുറേ നാളുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നതാണ്. അപ്പം ഇത് കണ്ടപ്പോഴത്തേക്കും വാങ്ങി. ആ കടയിൽ കുറേ ബ്രാൻഡുണ്ട്. ഞാൻ പക്ഷേ ലാസ്റ്റായിട്ട് അവിടെ കയറി സ്ട്രീക്സിൻ്റെ ഒരു സെറത്തിന് വേണ്ടി പോയപ്പോഴത്തേക്കും ഈ വക സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. അന്ന് കയ്യിൽ കാശും ഉണ്ടായിരുന്നു, ഈ വക സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇന്ന് ഒരു കുന്ന് സാധനങ്ങളുണ്ട്. ബട്ട് മണി, ഇത് ഒരു നോട്ട് പാഡാണ്. ഇറ്റ്സ് ഫോർ മൈ ബ്രദർ. എൻ്റെ ആള്. ഐ ആം എ റിയലി ബിഗ് ഫാൻ ഓഫ് ഡവ് ഹെയർ കെയർ. ഇത് ഡവിൻ്റെ ഒരു ഡെയിലി ഷൈൻ ഷാമ്പുവും ഇതൊരു ഡെയിലി ഷൈനിൻ്റെ കണ്ടീഷണറുമാണ്. ഇത് സോപ്പ്, പാത്രം തേച്ച് കഴുകുന്ന സോപ്പ്. ഇത് അലോവേറയുടെ ഒരു മോയ്സ്ചറൈസിങ് മറ്റേ ഫേസ് വാഷാണ്. ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ബെസ്റ്റ് സാധനമാണ്, നല്ല സാധനമാണ്. ഇത് പണ്ട് വാങ്ങിയതിൻ്റെ ആ ഒരു ഓർമ്മയിൽ എനിക്ക് വേണം. ഞാൻ അമ്മ എടുത്ത് കഴിച്ചു. അമ്മ ഞാൻ ഇത് വാങ്ങിച്ചു. അപ്പം അമ്മ നീ വാങ്ങിച്ചത് വീണ്ടും. അമ്മ ഞാൻ ഇത് വാങ്ങിച്ചോട്ടോ, കുഴപ്പമുണ്ടോ, അങ്ങനെ വാങ്ങാൻ പറഞ്ഞു. ചെറുതാണ് വാങ്ങിയത്. എനിക്ക് അതിൻ്റെ മണം എനിക്കിപ്പം തന്നെ അടിക്കണം. പൊട്ടിച്ചിട്ട് അതിൻ്റെ മണം ഒന്ന് മണപ്പിച്ച് നോക്കാം. ഡാബർ അംലയുടെ മണം ഞാൻ ഇത് തന്നെ. പിന്നെ ഐ ബോട്ട് ദിസ് ഫ്രം കഴക്കൂട്ടം. ഐ ഡോണ്ട് നോ ദ സ്റ്റോർ നെയിം. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഞാൻ പക്ഷെ കഴക്കൂട്ടത്ത് നമ്മുടെ ജംഗ്ഷനിലുള്ള നമ്മുടെ പൊന്നി ബുക്ക് സ്റ്റാളിൻ്റെ തൊട്ട് സൈഡിലുള്ള MS ഫാൻസി വേൾഡിലാണ് കേട്ടോ. ഇറ്റ്സ് എ സൂപ്പർ മാർക്കറ്റ്. ഇതിൻ്റെ മുകളിലത്തെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ടൈപ്പ് ഓഫ് ക്ലിപ്സ് ഉള്ളത്. പിങ്ക്, ട്രാൻസ്പാരൻറ്റ്, ലൈക്ക് സോ മെനി കളക്ഷൻസ് ഉണ്ട്. ഞാൻ ഇത് മാത്രമേ എടുത്തോളൂ. ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. കണ്ടുപിടിച്ചത് അവളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്ലിപ്പ് വാങ്ങി. സ്റ്റാർ ക്ലിപ്പ്. It's for my brother. He got a keychain. He wanted to buy a keychain for so long. അങ്ങനെ ഇത് കണ്ടപ്പോൾ വാങ്ങിയതാ. ഇതിലൊരു 2 സ്റ്റഡാണ്. വൈറ്റ് ആൻഡ് പിങ്ക് കളർ സ്റ്റോണിൻ്റെ ഒരു സ്റ്റഡാണ്. അതിനാണ് ഇത് പൊതിഞ്ഞ് വെച്ചേക്കുന്നത്. ദെൻ ഈ സാധനം ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ അമ്മ എനിക്കിത് ചെയ്ത് ഇങ്ങനെ കെട്ടിത്തന്ന് വിടുമായിരുന്നു. ഇങ്ങനെയായിട്ട് കെട്ടി ഇങ്ങനെ കിടക്കുന്ന സാധനം. അപ്പോൾ ഇത് ഇന്ന് കണ്ടപ്പോഴത്തേക്ക് നോസ്റ്റു അടിച്ച് അമ്മ വാങ്ങിയതാണ്. അവൾക്ക് ഇങ്ങനത്തെ ഒന്നും കെട്ടിക്കൊടുത്ത് വിട്ടിട്ടില്ല. കണ്ടല്ലോ, അമ്മ പറയുമായിരുന്നു ചുണ്ടയ്ക്കാണ് ഇത്, ചുണ്ടയ്ക്ക് കെട്ടിത്തരുമെന്ന് പറയുന്നു തലയിൽ. നല്ല സൗണ്ട് അല്ലേ? ഭയങ്കര സാറ്റിസ്ഫൈ. തിരിച്ച് കറക്കിയിട്ടെ. ഇനി ബുക്ക് ബൈൻഡ് ചെയ്യണം. അപ്പോൾ ഇത്രയാണ് വാങ്ങിയത്. അപ്പോൾ ബാഗ് ഇതാണ് ബാഗ്. അപ്പോൾ അവൾ ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാണ് എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.